ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിഖിത വിജയൻ. രാജ്യത്ത് കോവിഡ് വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അനുമതി നൽകി. അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള അനുമതിയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതോടെ കോവിഡ് വാക്സിൻ വിതരണം തുടങ്ങാനാകും. വിശദാംശങ്ങളുമായി ബിന്ദു. ICMR-ഉം ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടും ചേർന്ന് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ബയോടെക് നിർമ്മിച്ച കോവാക്സിനും ഓക്സ്ഫഡ് സർവകലാശാലയും ആസ്ട്രാസെനക്കയുമായി ചേർന്ന് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിച്ച കോവിഷീൽഡിനും ആണ് ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചത്. വാക്സിനുകളുടെ സുരക്ഷ സംബന്ധിച്ച് ആശങ്ക വേണ്ടെന്ന് ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അറിയിച്ചു. ആവശ്യമായ പരിശോധനകൾക്ക് ശേഷമാണ് വാക്സിനുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നത്. വാക്സിനുകൾ 100% സുരക്ഷിതമാണെന്നും നേരിയ പനി, വേദന, അലർജി എന്നിവ പോലുള്ള അസ്വസ്ഥതകൾ ഏതു വാക്സിൻ എടുത്താലും ഉണ്ടാകാറുള്ളതാണെന്നും ഡ്രഗ്സ് കൺട്രോളർ ജനറൽ വ്യക്തമാക്കി. ഇരു വാക്സിനുകളും അടിയന്തര ഘട്ടത്തിൽ നിയന്ത്രിതമായി വിതരണം ചെയ്യാൻ വിദഗ്ധ സമിതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. ഇതോടെ US, UK തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങൾക്കു ശേഷം വാക്സിൻ വിതരണത്തിന് അനുമതി നൽകുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഈ 2 വാക്സിനുകളും ഇന്ത്യയിൽ നിർമ്മിച്ചതാണെന്നതിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്വാശ്രയ ഇന്ത്യ എന്ന സ്വപ്നം നിറവേറ്റാനുള്ള ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിന്റെ അഭിനിവേശമാണ് ഇത് കാണിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കഠിനാധ്വാനികളായ ശാസ്ത്രജ്ഞന്മാരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ഇന്ന് 4600 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4668 പേർ രോഗമുക്തി നേടി. വിശദാംശങ്ങളുമായി അഞ്ജു. എറണാകുളം 728, മലപ്പുറം 522, കോഴിക്കോട് 511, കോട്ടയം 408, പത്തനംതിട്ട 385, തൃശൂർ 328, കൊല്ലം 327, തിരുവനന്തപുരം 282, ആലപ്പുഴ 270, ഇടുക്കി 253, പാലക്കാട് 218, കണ്ണൂർ 179, വയനാട് 148, കാസർഗോഡ് 41 എന്നിങ്ങനെയാണ് രോഗബാധ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 47,291 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.73%. 25 മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 3141ആയി. 65,278 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ബ്രിട്ടനിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ഇതുവരെ സംസ്ഥാനത്ത് 7,07,244 പേർ കോവിഡ് മുക്തരായി. ഇന്ന് 2 പുതിയ ഹോട്ട്സ്പോട്ടുകളുണ്ട്. ഒരു പ്രദേശത്തെ ഒഴിവാക്കി. ഇതോടെ കേരളത്തിലെ ആകെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 448 ആയി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ്-19 രണ്ടാംഘട്ട വ്യാപനത്തിന്റെ സാധ്യതകൾ കണ്ടെത്തുന്നതിനും അനുയോജ്യമായ പ്രതിരോധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനുമായി സംസ്ഥാന ആരോഗ്യവകുപ്പ് കോവിഡ്-19 സാന്ദ്രതാ പഠനം നടത്തുമെന്ന് മന്ത്രി കെ ശൈലജ. സാർസ് കോവിഡ്-2 ആന്റിബോഡിയുടെ സാന്നിധ്യം ആളുകളിൽ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഈ പഠനത്തിന്റെ പ്രധാന ലക്ഷ്യം. രോഗത്തിന്റെ അടുത്തഘട്ട വ്യാപന സാധ്യത മനസ്സിലാക്കുന്നതിനും മുന്നൊരുക്കങ്ങൾ നടത്തുവാനും നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതിനും ഈ പഠനം സഹായിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്താകമാനം 18 വയസ്സിന് മുകളിലുള്ള 12,100ഓളം ആളുകളിൽ പഠനം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ജില്ലയിൽ ഏറ്റവും കുറഞ്ഞത് 350 സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PEID സെൽ നോഡൽ ഓഫീസറുടെയും മേൽനോട്ടത്തിലാണ് പഠനം. ജില്ലാതലത്തിൽ ജില്ലാ സർവൈലൻസ് ഓഫീസർ ഈ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്ന് എറണാകുളം ജില്ലയിലാണ്. 728 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 657 പേർക്കും സമ്പർക്കം വഴിയാണ് രോഗം ബാധിച്ചത്. 9 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. 502 പേർ രോഗമുക്തി നേടി. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 572 പേർക്കെതിരെ കേസെടുത്തു. ഇന്ന് അറസ്റ്റിലായത് 207 പേരാണ്. 29 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 2046 സംഭവങ്ങളാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്തെ കോളേജുകളിലും സർവകലാശാലകളിലും നാളെ മുതൽ ക്ലാസുകൾ പുനരാരംഭിക്കും. 50% വിദ്യാർത്ഥികൾ വീതം ക്ലാസുകളിൽ ഹാജരാകും. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 വരെയാണ് പ്രവർത്തന സമയം. ശനിയാഴ്ച പ്രവൃത്തി ദിവസമായിരിക്കും. 5-6 സെമസ്റ്റർ ബിരുദ വിദ്യാർത്ഥികൾ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾ, ഗവേഷണ വിദ്യാർത്ഥികൾ എന്നിവർക്കാണ് ആദ്യം ക്ലാസ് തുടങ്ങുക. കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ പാലിച്ച് സ്കൂളുകൾ തുറക്കുമ്പോൾ സുരക്ഷ ഒരുക്കാൻ 83,000 ലിറ്റർ സാനിറ്റൈസർ പൊതുമേഖലാ വ്യവസായ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് നൽകും.
തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 4402 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലേക്കാണ് സാനിറ്റൈസർ വിതരണം. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ലഭിച്ച ഓർഡർ പ്രകാരമാണ് സാനിറ്റൈസർ നൽകുന്നത്. ആലപ്പുഴ, തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, വയനാട് ജില്ലകളിൽ വിതരണം തുടങ്ങി. കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ തിങ്കളാഴ്ച വിതരണം ആരംഭിക്കും. രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് 96.16%. ഇതുവരെ 99 ലക്ഷത്തിലധികം പേരാണ് രോഗമുക്തരായത്. 2,47,000-ത്തിലധികം പേർ രാജ്യത്ത് ചികിത്സയിലുണ്ട്. ഇന്നലെ 217 മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ ആകെ മരണം 1.5 ലക്ഷത്തോടടുക്കുന്നു. 1.45% മരണനിരക്ക്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8,50,00,000 പിന്നിട്ടു. ഇതിൽ 6,97,000-ത്തിലധികം പേർ രോഗമുക്തി നേടി. രോഗബാധയെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 18.50 ലക്ഷത്തോടടുക്കുന്നു. നിലവിൽ 2,30,00,000-ത്തിലേറെ പേരാണ് ചികിത്സയിലുള്ളത്. കാസർഗോഡ് പാണത്തൂരിൽ വിവാഹ സംഘം സഞ്ചരിച്ച ബസ് വീടിന് മുകളിലേക്ക് മറിഞ്ഞ് കർണാടക സ്വദേശികളായ 7 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. മൃതദേഹങ്ങൾ പൂടംകല്ല് സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. പരിക്കേറ്റവർ കാഞ്ഞങ്ങാട്ടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. കർണാടകത്തിലെ ഈശ്വരമംഗലത്ത് നിന്നും അതിർത്തി ഗ്രാമമായ കരിക്ക ചെത്തുകയം എന്ന സ്ഥലത്തേക്ക് വന്ന വധുവിന്റെ വീട്ടുകാർ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. രാവിലെ 11:45ഓടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. കാസർഗോഡ് ബസ് അപകടത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യമന്ത്രി കെ ശൈലജ നിർദ്ദേശം നൽകി. ഇതോടൊപ്പം ആംബുലൻസ് സേവനവും സജ്ജമാക്കിയിട്ടുണ്ട്. കൊച്ചി മംഗലൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ മറ്റന്നാൾ രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ രാഷ്ട്രത്തിന് സമർപ്പിക്കും. ഒരു രാജ്യം ഒരു വാതക ഗ്രിഡ് രൂപീകരണത്തിനുള്ള പ്രധാന ചുവടുവയ്പാണ് ഈ പദ്ധതി. കേരള, കർണാടക ഗവർണർമാരും മുഖ്യമന്ത്രിമാരും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രിയും ചടങ്ങിൽ സംബന്ധിക്കും. 450 കിലോമീറ്റർ ദൈർഘ്യമുള്ള പ്രകൃതിവാതക പൈപ്പ് ലൈൻ ഗെയിൽ ഇന്ത്യ ലിമിറ്റഡാണ് നിർമ്മിച്ചത്. പ്രതിദിനം 12 ദശലക്ഷം മെട്രിക് സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ വാഹക ശേഷിയുള്ളതാണ് പൈപ്പ് ലൈൻ. കൊച്ചിയിലെ LNG ടെർമിനലിൽ നിന്നും മംഗളൂരുവിലേക്കാണ് പ്രകൃതിവാതകം കൊണ്ടുപോകുന്നത്. എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലൂടെയാണ് പ്രകൃതിവാതക പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. സംസ്ഥാനത്തെ രണ്ടാമത്തെ വാട്ടർ ടാക്സി നാളെ കണ്ണൂർ പറശ്ശിനി പുഴയിൽ സർവീസ് തുടങ്ങും. രാവിലെ 10-ന് മന്ത്രി AK ശശീന്ദ്രൻ ആദ്യ സർവീസ് ഉദ്ഘാടനം ചെയ്യും. മലബാർ മലനാട് റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പറശ്ശിനി ബോട്ട് ടെർമിനൽ കേന്ദ്രീകരിച്ചാണ് വാട്ടർ ടാക്സി സർവീസ് നടത്തുക. സ്വീഡൻ നിർമ്മിത എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടിന് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗമുണ്ടാകും. 10 പേരടങ്ങുന്ന ഗ്രൂപ്പിന് മണിക്കൂറിൽ 1,500 രൂപയും വ്യക്തികൾക്ക് 160 രൂപയുമാണ് ചാർജ്. കോതമംഗലം താലൂക്ക് ആശുപത്രിയുടെ നവീകരണത്തിന് 17 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിച്ചു. പുതിയ ഡയാലിസിസ് യൂണിറ്റ്, ICU, കാഷ്വാലിറ്റി ബ്ലോക്ക്, ഹൈടെക് ലാബ് എന്നിവ ഇതിന്റെ ഭാഗമായി സജ്ജീകരിക്കുമെന്ന് ആന്റണി ജോൺ MLA അറിയിച്ചു. ആശുപത്രിയിൽ 2.8 കോടി രൂപ മുടക്കി നവീകരിച്ച OP ബ്ലോക്കിന്റെ നിർമ്മാണം പൂർത്തിയായതായും അദ്ദേഹം അറിയിച്ചു. ആയുർവേദത്തിന്റെ ആഗോള ചർച്ചയും വികാസവും ലക്ഷ്യമിട്ട് നടത്തുന്ന 4ാമത് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ മാർച്ച് 12 മുതൽ 19 വരെ വെർച്വൽ മീറ്റായി നടത്തും. അന്താരാഷ്ട്ര സെമിനാർ, എക്സിബിഷൻ, ബിസിനസ് മീറ്റ്, ഇന്റർനാഷണൽ കോഓപ്പറേഷൻ കോൺക്ലേവ് ഉൾപ്പെടെയുള്ള എല്ലാ പരിപാടികളും വെർച്വൽ ഫെസ്റ്റിവലിൽ സംഘടിപ്പിക്കുമെന്ന് ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവൽ ചെയർമാനും കേന്ദ്ര സഹമന്ത്രിയുമായ V. മുരളീധരൻ അറിയിച്ചു. നബാർഡിന്റെ മൈ പാഡ് മൈ റൈറ്റ് പദ്ധതി പ്രകാരം സംസ്ഥാനത്തെ ആദ്യത്തെ സാനിറ്ററി നാപ്കിൻ നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നാളെ ആലപ്പുഴ SL പുരം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിൽ നടക്കും. നബാർഡ് ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ KV ഷാജി ഉദ്ഘാടനം നിർവഹിക്കും. തികച്ചും പ്രകൃതി സൌഹൃദവും സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യമാക്കിയാണ് നാപ്കിൻ നിർമ്മാണ യൂണിറ്റ് തുടങ്ങുന്നത്. സ്വയം സഹായ സംഘങ്ങൾക്ക് വരുമാന മാർഗവുമാകും. ISLൽ ഇന്നത്തെ 2ാം മത്സരത്തിൽ ATK മോഹൻ ബഗാൻ നോർത്ത് ഈസ്റ്റുമായി ഏറ്റുമുട്ടുന്നു. മത്സരം 80 മിനിറ്റ് പിന്നിട്ടപ്പോൾ മോഹൻ ബഗാൻ 2 ഗോളിന് മുന്നിലാണ്. ആദ്യ മത്സരത്തിൽ ഒഡീഷയ്ക്കെതിരെ ഈസ്റ്റ് ബംഗാൾ 1-3 ഗോളിന് വിജയിച്ചു. ഈ ടൂർണമെന്റിലെ ഈസ്റ്റ് ബംഗാളിന്റെ ആദ്യ ജയമാണിത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം.
അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.